അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അയ്യുഹ തുല്ലാബ്, മാ അഹ്വാലുക്കും വമാ അഖ്ബാറുക്കും. നഹ്നു ندرس في أيام الماضية عن المسرحية. لو كنا ندرس في هذا اليوم اللوحة الثالثة من المسرحية. اللوحة الثالثة، ما معنى اللوحة الثالثة؟ اللوحة الثالثة معناه രംഗം 3. على المسرح حجرة الجلوس يمشي خال فؤاد هنا وهناك مضطربا، وعلى وجهه آثار الغضب والأسف، والأم تقف أمام باب الغرفة. ما معناه؟ على المسرح، مسرح معنى ستيج. حجرة الجلوس sit out. يمشي خال فؤاد هنا وهناك مضطربا. يمشي معناه നടക്കുക. ഖാല് അങ്കിൾ, ഫുആദ് ഫുആദിൻ്റെ അങ്കിൾ നടക്കുന്നു. അമ്മാവൻ ഹുന വഹുനാക്ക മുൾത്തരിബൻ, അങ്ങോട്ടും ഇങ്ങോട്ടും. മുൾത്തരിബൻ ബേജാറിലായിക്കൊണ്ട്. വഅല വജിഹിഹി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാം എന്ത്? ആസാറുൽ ഗളബി വൽ അസഫി, നിരാശയുടെയും ദേഷ്യത്തിൻ്റെയും അടയാളങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാം. വൽ ഉമ്മു തഖിഫു അമാമ ബാബിൽ ഗുർഫ, റൂമിൻ്റെ വാതിലിൻ്റെ മുന്നിൽ ഉമ്മ നിൽക്കുന്നുണ്ട്. ഒരു നാടകം പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പശ്ചാത്തലം, ആ സ്റ്റേജിലുണ്ടാകേണ്ട ആ ഭാഗമാണ് പറഞ്ഞത്. അതുപോലെ കഥാപാത്രങ്ങളുടെ രൂപവും സ്വഭാവവും പറഞ്ഞു. ഇനി ആണ് നമ്മളതിൻ്റെ സംഭാഷണങ്ങളിലേക്ക് കിടക്കുന്നത്. എന്താണ് അമ്മാവൻ്റെ സംഭാഷണം? ആദ്യം ഐന ഫുആദ്, ഷബക്ക, ദുർദശ, സുവറ, ഇസ്തിഖ. അദ്ദേഹം അദ്ദേഹം ദേഷ്യപ്പെടുകയാണ്. ഐന ഫുആദ്, ഷബക്ക, ദർദശ, സുവറ, ഇസ്തിഖ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യാണ്? ചൂടാവുക. എന്താണ്? എവിടെ ഫുആദ്? ഇൻ്റർനെറ്റും ചാറ്റിങ്ങും ചിത്രവും കൂട്ടുകാരും. അൽ ഉമ്മു, ഉമ്മ, ഹായിറത്തൻ, പരിഭ്രാന്തയായിക്കൊണ്ട്. മാ ബിഹി യാഹി, അവൻ എന്തു പറ്റി സഹോദര? വലം യസിൽ ഇലൽ ബൈത്തി ഹത്തല്ലാൻ, അവൻ ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. ഖുൽ ബിസറാഹ, വ്യക്തമാക്കിയിട്ട് പറയൂ. ഹൽ വഖഅ ഫുആദും ഫി ഫിത്നത്തിമ്മ, ഹൽ വഖഅ ഫുആദും ഫി ഫിത്നത്തിമ്മ, ഫുആദ് എന്തെങ്കിലും ഫിത്നയിൽപ്പെട്ടോ? പിത്തന എന്ന് നമ്മുടെ നാട്ടിൽ പൊതുവെ പറയാറുണ്ടല്ലോ, പിത്തന. ആ പിത്തനയുടെ അറബി വാക്കാണ് ഫിത്ന. അതിൽ നിന്നാണ് നമ്മൾ ഈ പിത്തന എന്നുള്ള മലയാള വാക്ക് വന്നിട്ടുള്ളത്. എൻ്റെ നാട്ടിൽ പറയുന്ന വാചകമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിൽ അതിങ്ങനെ പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫിത്ന എന്ന് പറഞ്ഞാൽ കുഴപ്പം എന്നർത്ഥം. അൽ ഖാൽ, ഇപ്പോൾ ഖാലിനി എന്താ പറയാൻ പോകുന്നത്? മുവാസിയൻ അൽ ഉഖ്ത്, സഹോദരിയെ ഇങ്ങനെ നോക്കിയിട്ട്. ഹത്തഫനി ഷുർത്തിയൻ ലൈലത്ത അംസി ഹുവ സദീഖി യഅമലു ഫി ഖിസ്മി ജറാഇമി സൈബർ മിൻ മഖ്ഫരി ഷുർത്ത. ഹത്തഫനി ഷുർത്തിയൻ, ഒരു പോലീസുകാരൻ എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഹാത്തഫിനെ പറഞ്ഞാൽ ഫോൺ വിളിച്ചിരുന്നു. ലൈലത്ത് അംസി, ഇന്നലെ രാത്രി. ഹുവ സദീഖി, അവൻ എൻ്റെ കൂട്ടുകാരനാണ്. അയാളോട് യഅമലു ഫി ഖിസ്മി ജറാഇമി സൈബർ, സൈബർ കുറ്റകൃത്യങ്ങളുടെ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് ആൾ. ബി മഖ്ഫരി ഷുർത്ത, പോലീസ് സേനയിലെ സൈബർ കുറ്റകൃത്യങ്ങളുടെ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരൻ എന്നെ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. ഉമ്മക്കത് മതിയായോ കരയാൻ? ബാക്കിയെത്താൻ കരണ്ട് കൊണ്ട്. യാ ഉഖയ്യ, സഹോദര, മാതാ ഫഅല ഫുആദ്, എന്താണ് ഫുആദ് ചെയ്തത്? ഒമാ ദംബുഹു, എന്താണ് അവൻ്റെ പ്രശ്നം? അഖ്ബിർനി ബിക്കുല്ലി മാ ഹദസ, ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ എന്ന് ഉമ്മ പറയാണ്. അപ്പോൾ അൽ ഖാൽ, മുൻദു അയ്യാമിൻ ഫുആദ് യുദർദിശു മഅ അസ്ദിഖാഇ സൂ,
ويقوم بتحميل الصور إليهم عبر فيسبوك ولا شك في هذه دردشة تؤدي إلى انحرافات سلوكية. മുൻപ് അയ്യാം കുറച്ച് ദിവസങ്ങളായിട്ട് ഫുആദ് യുദർദിഷു മഅ അസ്ദിഖാഇ ഫുആദ് കുറച്ച് ചീത്ത കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. യുദർദിഷു പറഞ്ഞാൽ ചാറ്റ് ചെയ്യുക. വയഖുമു ബി തഹ്മീലി സുവരി ഇലൈഹിം അബ്ര ഫേസ്ബുക്ക്, ഫേസ്ബുക്ക് വഴി അവർക്ക് എന്ത് ചെയ്യുക, തഹ്മീലു സുവറി ഇലൈഹിം ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അയച്ചു കൊടുക്കുന്നു. വലാ ശക്ക ഹാദിഹി ദർദഷ തുഅദ്ദി ഇല ഇൻഹിറാഫാത്തിൻ സുലൂക്കിയ, വലാ ശക്ക സംശയമില്ല, ഹാദിഹി ദർദഷ ഈ ചാറ്റിങ് തുഅദ്ദി ഇല ഇൻഹിറാഫാത്തിൻ സുലൂക്കിയ അവനെ തെറ്റായ കാര്യങ്ങളിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അൽ ഉമ്മ നഅം അതെ, ഹാദാ മാ സാദ കലക്ക് അലഹി ഇതാണ് അവനെക്കുറിച്ചുള്ള എൻ്റെ പേടിയും ഇത് തന്നെയാണ്. കമ്മിൻ വഊദിൻ ഇത്തഖദ്തുഹ മിൻ ഫുആദ്, ഞാൻ എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഫുആദിൽ നിന്ന് എടുത്തതാണ്. അതായത് ഇൻ്റർനെറ്റ് വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് ഉമ്മാനെ കൊണ്ട് വാഗ്ദത്തം ചെയ്തിരുന്നു, നല്ല കാര്യങ്ങൾക്ക് മാത്രമേ അവനെന്ത് ചെയ്യുള്ളൂ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും പറയും. അതിന് ശേഷം നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പറയാം, നമ്മൾ ക്ലാസ് കേൾക്കാനാണ്, നെറ്റ് കണക്ഷൻ വേണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ പറയും മാനോട്, ഞാൻ വേറെ ഒന്നിനും ഉപയോഗിക്കില്ല, ഞാൻ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ തരാം ഇങ്ങനെ തരാം എന്നൊക്കെ പറയും. ശേഷം പിന്നെ എന്താവും, അത് നമ്മളെ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കും, ക്ലാസ് കേൾക്കില്ല, അത് അവിടെ ഒരു ഭാഗത്ത് നിൽക്കുകയും ചെയ്യും. അതല്ലേ ഉള്ളത്. നിങ്ങളൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഫോൺ ഒരു പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് നിങ്ങളോട് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകാതെ, അനാവശ്യ കാര്യങ്ങളിലേക്ക് ഫോൺ ഉപയോഗിക്കാതെ, നല്ലതിന് വേണ്ടിയിട്ട് മാത്രം ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലാസ്സുകൾ കേൾക്കുക, അത് എഴുതുക, അതിൻ്റെ വർക്ക് അയച്ചു കൊടുക്കുക, ശേഷം ഫോൺ എടുത്ത് വെക്കുക. ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ കണ്ണിനും തലച്ചോറിനും ഒക്കെ പ്രശ്നമാണ് എന്നുള്ള ബോധം നമുക്ക് തന്നെ ഉണ്ടായാലേ നമുക്ക് മെച്ചമുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പിന്നീട് ഭാവിയിൽ ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് പാഠത്തിലേക്ക് വരാം. യദ്ഖുലു ഫുആദ് അൽ മൻസിൽ ഫി സിയ്യിൻ മദ്രസിയ്യിൻ വയൻളുറു ഇലാ വജ്ഹിൽ ഉമ്മി മറത്തൻ ഇലാ വജ്ഹിൽ ഖാലി മറത്തൻ وأخته سلمى تقف بجوار الأم حزينة ويرى الكمبيوتر قد فصل عن الشبكة. യദ്ഖുലു ഫുആദ് അൽ മൻസിൽ, ഫുആദ് വീട്ടിലേക്ക് വരുന്നു. ഫി സിയ്യിൻ മദ്രസീൻ, മദ്രസ യൂണിഫോമിലാണ് വരുന്നത്. വയൻളുറു ഇലാ വജ്ഹിൽ ഉമ്മ മറത്തൻ, ഉമ്മാൻ്റെ മുഖത്തേക്ക് ഒന്നിങ്ങനെ നോക്കും. വയിലാ വജ്ഹിൽ ഖാലി മറത്തൻ, അമ്മോൻ്റെ മുഖത്തേക്ക് ഒന്നിങ്ങനെ നോക്കും. ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കും, അമ്മോൻ്റെ മുഖത്തേക്ക് നോക്കും. ഇങ്ങനെ കയറി വന്ന്. ഉഖ്തുഹു സെൽമ, സഹോദരി സെൽമ തഖിഫു ബിജിവാരിൽ ഉമ്മി ഹസീന, ഉമ്മയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഹസീന ദുഃഖിതയായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. വൈറൽ കമ്പ്യൂട്ടർ ഖദ് ഫുസില അൻ ശബക, ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ ഒഴിവാക്കി, ഖദ് ഫുസില പറഞ്ഞാൽ കട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറും കാണുന്നുണ്ട്. സെൽമ മുഷീറത്തുൻ ഇലൽ ഖാരിജ്, പുറത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട്. ആ ഫുആദ് യഹ്ദുർ, ഫുആദ് വന്നു. ഫുആദ് മാ ബിക യാ ഉമ്മ, എന്താ ഉമ്മ. മല്ലദി ജാഅ ബിക ലൻ യാ ഖാൽ, എന്താ അങ്കിൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. മാദാ ഹദസ, എന്തു പറ്റി. അറാക്ക സഅലാൻ, നിങ്ങൾ പരിഭ്രാന്തരായിട്ടാണല്ലോ നിങ്ങളെ കാണുന്നത്. അൽ ഖാൽ, അമ്മാവൻ. ഖാലിബൻ, ഓൻ കാര്യത്തിൽ ചോദിച്ചത് എന്താ നിങ്ങൾക്ക് പറ്റിയത്. ഇപ്പോൾ ഖാല് ദേഷ്യപ്പെട്ടുകൊണ്ട്. ദർദശ സൂറത്ത് റസായിൽ ഇലാമൻ അർസൽതഹ അബ്ര ഫേസ്ബുക്ക്, ചാറ്റിങ്ങും ചിത്രവും മെസ്സേജും ആർക്കാണ് ഫേസ്ബുക്ക് വഴി മെസ്സേജ് അയച്ചിരുന്നത് എന്ന് ദേഷ്യത്തിൽ ചോദിക്കുക. അപ്പോൾ ഉമ്മ പറയാം, വാലിബത്തൻ ദേഷ്യപ്പെട്ടുകൊണ്ട്, യാ ഫുആദ് ഫീമസ്തഖ്ദംതൽ ഇൻ്റർനെറ്റ്, ഇജ്ജ് എന്തിനാണ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചത്. മാതാക്കാനൽ അഹ്ദു ബൈനന, എന്തായിരുന്നു നമ്മൾ തമ്മിലുള്ള കരാറ്. അങ്ങനെ സീത്തതാരിക്ക, ഇനി അത് മറന്നോ. ഫുആദ് ബാക്കിയാൻ കരഞ്ഞുകൊണ്ട്, മാ തമ്പി യാ ഉമ്മി, എന്താണുമ്മ. മാ തമ്പി, എന്താണ് എൻ്റെ കുറ്റം. അന അർസൽത്തുൽ വരീദ വസൂറ ഇലാസ്തിഖായി, ഞാൻ ചിത്രങ്ങളും ഫോട്ടോസും എൻ്റെ കൂട്ടുകാർക്കല്ലാതെ ആർക്കും അയച്ചിട്ടില്ല.
ഖാൽ യാ ഫുആദ് ലം തുഫക്കിർ ആഖിബത ഫിഅലിക ഖത്തു. നീ നിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് നീ ചിന്തിച്ചില്ല. ഈ പ്രവർത്തനം എവിടെ എത്തിച്ചെല്ലുമെന്ന് നീ ചിന്തിച്ചില്ല. യജ്ലിസ് ഫുആദ് അലൽ കുർസി മുത്തിരിഖൻ റഅസഹു. ഫുആദ് കസേരയിൽ ഇരുന്നു, മുത്തിരിഖൻ റഅസഹു തല താഴ്ത്തിയിരുന്നു. തഖറുബുൽ ഉമ്മു വൽ ഖാലു അനിൽ മസ്റഹ് വയദ്ഖുലുൽ ജദ്. ഉമ്മയും അമ്മാവനും ആ സ്റ്റേജിൽ നിന്ന് മറഞ്ഞു. വല്ലിപ്പ അങ്ങോട്ട് കയറി വന്നു. അൽ ജദ്ദു വല്ലിപ്പ മുലാത്തിഫൻ അല ഫുആദ്, ഫുആദിനെ ആശ്വസിപ്പിച്ചുകൊണ്ട്. ഹവ്വിൻ അലൈക യാ ബുനയ്യ. മൻ ഹൗലായി അസ്തിഖാഉ യാ ബുനി. ആരാണ് ഈ പുതിയ കൂട്ടുകാർ? ഫുആദ് ഹസീനൻ. ഹും അസ്ദിഖായി അൽ ജുദൂദ്. അവരെൻ്റെ പുതിയ കൂട്ടുകാരാണ്. തആറഫ്തു അലൈഹിം അബറ ഫേസ്ബുക്ക്. ഞാൻ അവരെ ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെട്ടത്. ഹും യുദർദിഷുന മഈ തവാലില്ലയിൽ. അവർ രാത്രി ഒരുപാട് സമയം ഞാനുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. അൽ ജദ് വല്യുപ്പ മുൻദഹിഷൻ. യാ ബുനയ്യ മതാ തനാമു ഫില്ലയിൽ. രാത്രി നീ എപ്പോഴാണ് ഉറങ്ങാറ്? ഫുആദ് ഇസ്തിഹ്യാൻ ലജ്ജിച്ചുകൊണ്ടും മടി കാണിച്ചുകൊണ്ടും. മുൻദു അയ്യാമിൻ ബഅദ സാഅത്തി സാനിയ. ചില ദിവസങ്ങളിലൊക്കെ 2 മണിക്ക് ശേഷം ആണ് ഉറങ്ങാറ്. നമ്മുടെ അടുത്തൊക്കെ ഫോണുണ്ടെങ്കിൽ നമ്മളെപ്പോഴാണ് ഉറങ്ങാറുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണം അല്ലേ. പല ആളുകളും 11 മണിക്ക് ശേഷം 12 മണിക്ക് ശേഷം ഒക്കെ ഉറങ്ങുന്ന ആളുകളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുവരെ ഫോണിൽ കളിച്ചോ വാട്സപ്പിൽ ചാറ്റ് ചെയ്തോ ഒക്കെ ഇങ്ങനെ സമയം കളയുന്ന ആളുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പല ആളുകളുടെയും ലാസ്റ്റ് സീനുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുമ്പോഴൊക്കെ അതങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അതൊക്കെ നന്നായിട്ട് അത് ശീലമൊക്കെ ഒഴിവാക്കിയിട്ട് നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എണീറ്റ് നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. ആരും മോശമായ രീതിയിൽ ഫോണുകൾ ഉപയോഗിക്കരുത് എന്നുകൂടെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. ഫുആദ് ഇസ്തിഹ്യാൻ അൽ ജദ് വല്ലിപ്പ മാസിഹൻ റഅസ ഫുആദ്. ഫുആദിൻ്റെ തല തടവിക്കൊണ്ട്. യാ ബുനയ്യ മോനെ അഖ്ബറ ഷുർത്തിയുൻ ഖാലക്ക ബി കുല്ലി മാ ജറ ഫി ഹാദിഹിൽ അയ്യാം. ഒരു പോലീസുകാരൻ നിൻ്റെ അമ്മാവനോട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വഹഉലായി ഷുർത്തിയൂന. പോലീസുകാർ യഫ്ഹസൂന വയുറാഖിബൂന മവാഖിഅ ശബക്കത്തി ദായിമൻ. ഈ യഫ്ഹസൂന അവർ പരിശോധിക്കുന്നു, വയുറാഖിബൂന അവർ നിരീക്ഷിക്കുന്നു, മവാഖിഅ ശബക്ക ദായിമൻ എപ്പോഴും ഈ ഇൻ്റർനെറ്റിലെ കാര്യങ്ങൾ അവർ നിരീക്ഷിക്കുന്നുണ്ട്. ലാ തതഫക്കർ ഫീമാ ജറ യാ ബുനയ്യ. കഴിഞ്ഞതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട. വലാ തത്തസിൽ ബിഷില്ലത്തിൽ മുത്തവല്ലില. ഈ പിഴച്ച സംഘത്തോടൊപ്പം നീ ചേർന്ന് പോകരുത്. ഫുആദ് തദ്രിഫു ഐനാഹു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നഅം യാ ജദ്ദി. ഓക്കെ വല്ലിപ്പ. അനലൻ അത്തസില ബിഹിം അബദൻ. ഞാൻ ഇനി ഒരിക്കലും അവരുമായിട്ട് കൂട്ടുകൂടൂല. അൽ ജദ്ദു ഉപ്പ വല്ലിപ്പ യളുമ്മു ലിബ്ന ഇലാ സദ്രിഹി. തൻ്റെ നെഞ്ഞിലേക്ക് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട്. ലാ തഹസൻ യാ ബുനയ്യ ലാ തഹസൻ. ദുഃഖിക്കണ്ട. യഖ്റുബുൽ ജദ്ദു അനിൽ മസ്റഹ്. സ്റ്റേജിൽ നിന്ന് വല്ലിപ്പ മറയുന്നു. വയംഷി ഫുആദ് മുഫക്കിറൻ. ഫുആദ് സ്റ്റേജിലൂടെ ഇങ്ങനെ നടക്കുന്നു ചിന്തിച്ചുകൊണ്ട്. വമിനൽ ഖൽഫിയത്തി ഉൻഷുദ്. അവൻ്റെ പിറകിൽ ഇങ്ങനെ ഒരു പാട്ട് പാടുന്നത് എന്താ? യാ നഫ്സു തൂബി ഫർജിഇ വഅനിൽ ഹവാ തതറഫഇ ലില്ലാഹി ഹംദൻ ഫഷ്കുരി വഅനിൽ മഹാലികി ഫർജിഇ എന്നുള്ള ബൈത്തും അവൻ്റെ പിറകിലായിട്ട് ഇങ്ങനെ പാടുന്നു. എന്താ? യാ നഫ്സു ഓ ശരീരമേ, തൂബി നീ തൗബ ചെയ്ത് ഖേദിച്ചോ, ഫർജിഇ നീ മടങ്ങിക്കോ, വഅനിൽ ഹവാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീര ഇച്ഛകൾ, തതറഫഇ ആ ഉയർന്ന ആ ചിന്തകളേക്ക് നീ ഒഴിവാക്കിക്കോ, ലില്ലാഹി ഹംദം ഫഷ്കുരി അള്ളാഹു നീ ശുക്ർ ചെയ്തോ ഹംദും ചെയ്തോ, വഅനിൽ മഹാലിക്ക് പിഴവുകളെ തൊട്ട് ഫർജിഇ നീ മടങ്ങിക്കോ എന്ന് ശരീരത്തിനോട് പറയുകയാണ്. അതാണ് ആ ബൈത്ത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ പാഠത്തിൽ പുതിയ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കുക. അല്ലാഹു നല്ല കുട്ടികളാവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.